കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ കർത്താവായ യേശുമിശിഹായുടെ കൽപ്പനകൾ അനുസരിച്ച്, അല്ലെങ്കിൽ 10 കമാൻഡ്മെൻറ്റ്സ് അനുസരിച്ചാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുമിശിഹായുടെ ഈ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലാത്ത ഒരു സമയം നമ്മുടെ മുമ്പിൽ കടന്നു വരാം. പക്ഷെ അന്നൊന്നും ആ സമയം നമ്മൾ ഒരിക്കലും പേടിച്ച് മാറാനോ അല്ലെങ്കിൽ ഭയത്തോടെ ജീവിക്കാൻ ഒരിക്കലും അതൊരു നല്ലൊരു ക്രിസ്ത്യാനിക്ക് പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ദൈവമായ കർത്താവ്, അതായത് എനിക്ക് ഒരു കർത്താവുണ്ട്, ആ കർത്താവിനെ അല്ലാതെ മറ്റാരും ഞാൻ ആരാധിക്കാൻ പാടില്ല. ചില വ്യക്തികൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ദൈവമല്ല എൻ്റെ ദൈവം എന്ന് പറഞ്ഞു അവൻ വേറെ വഴി കൂടി അവൻ യാത്ര ചെയ്യും. പക്ഷേ നമ്മളായിരിക്കുന്ന ആ ദൈവത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന സത്യദൈവത്തിൽ, ആ സത്യദൈവത്തിൻ്റെ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ വ്യക്തി ദൈവാത്മാവിൽ അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവവിശ്വാസം സ്വീകരിക്കുമ്പോഴാണ് അവൻ ആ ദൈവത്തിൻ്റെ ഏക മകനായി ഈ ഭൂമിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഏക മകനായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമുണ്ട്. കാര്യം ഇതാണ്, അവൻ്റെ ജീവിതം, പ്രവൃത്തി എല്ലാം കർത്താവിൻ്റെ പോലെ ആയിരിക്കും. അവൻ ചെയ്യുന്ന എല്ലാം നന്മയായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു വരാൻ പോകുന്ന നന്മ മാത്രമായിരിക്കണം. തിന്മ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നന്മയിൽ അവൻ ജീവിക്കണം. നമ്മൾ മനസ്സിലാക്കുക, ആദ്യമേ ഞാനാണ് നിങ്ങളുടെ ദൈവം, എന്നെ അല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഐ ആം ദ ലോർഡ് യുവർ ഗോഡ്, യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ. ബിഫോർ മീയും ആഫ്റ്റർ മീയും ദൈവമാകാൻ പാടില്ല. ദൈവം മാത്രം. ബിഫോർ മീ അതോ കർത്താവായ യേശുമിശിഹ തന്നെ എന്നും, ഇന്നലെ, ഇന്ന്, നാളെ എല്ലാം ദൈവം മാത്രമായിരിക്കണം. ദൈവമല്ലാതെ മറ്റതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അത് ഒന്നാമത്തെ കാര്യം ഇതാണെന്ന്. നമ്മൾ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളെ ആരാധിക്കുന്നുണ്ട്. പണത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, അമിത ഭക്ഷണത്തോടുള്ളൊരു ആക്രാന്തം നമ്മൾ അതിനെ ആരാധിക്കുന്നുണ്ട്. പിന്നെ അധികാരത്തെ നമ്മൾ നേരായ വഴിക്ക്, അല്ലെങ്കിൽ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് നൽകിയ അധികാരം നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുറവുകൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇന്നായിരിക്കുന്ന ഈ ലോകത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് AI, ChatGPT, അല്ലെങ്കിൽ ഡിജിറ്റലായ ലോകം, ഇന്ന് ആർക്കും പേനയും പേപ്പറും എടുത്ത് എഴുതാൻ വയ്യ. എല്ലാവരും ഈ സാധനത്തിൽ കുത്തിയാണ് ഇടും. അപ്പോൾ എല്ലാം ചെയ്യുന്നതിന് ഡിജിറ്റലൈസ് ആണ്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ഡിജിറ്റലൈസ് ഒന്നുമില്ല. പ്രാർത്ഥന ഡിജിറ്റലൈസ് അല്ല. പ്രാർത്ഥന എൻ്റെ വ്യക്തി, എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കണം. അല്ല എൻ്റെ ഫോണിൽ ഒരു പ്രാർത്ഥന ടൈപ്പ് ചെയ്താലൊന്നും അത് പ്രാർത്ഥനയാവത്തില്ല. ആത്മാവ് ദൈവത്തോട് സംസാരിക്കണം. ദൈവവും ഭൂമിയുമായ മനുഷ്യനുമായി ഒരു ബന്ധമുണ്ടാവണം. ആദ്യം ആരാധിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത് വിശ്വാസമുണ്ടാവണം. നമ്മുടെ എല്ലാ ഭയത്തെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുക. പിന്നെ ഈ ആരാധന, വിശ്വാസം എന്തായി മാറും? അത് നമ്മുടെ ജീവിത പ്രവൃത്തിയായി മാറും. എങ്ങനെ പ്രവൃത്തിയായി മാറും? ചിന്തിക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ ഭൂമിയിൽ ദൈവത്തിന് എല്ലാ അത്ഭുതങ്ങളും എല്ലാ അടയാളങ്ങളും ചെയ്യാൻ കർത്താവായ യേശുമിശിഹായ്ക്ക് കഴിയും. ദൈവമല്ലാതെ മറ്റാർക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല. മജീഷ്യന്മാർ നമ്മുടെ കൺമുമ്പിൽ കുറേ ട്രിക്സ് കാണിക്കും, തന്ത്രങ്ങൾ കാണിക്കും. പക്ഷെ അതൊന്നും അത്ഭുതങ്ങളും അടയാളങ്ങളല്ല, അത് ചുമ്മാ നമ്മളെ പറ്റിക്കുകയാണ്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളം കാണിക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏത് പ്രശ്നത്തിലായാലും നിത്യമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, നമ്മൾ ജീവിച്ചുകൊണ്ട്, ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയോട് വചനത്തിന് ശക്തി നമ്മൾ സ്വീകരിച്ച് നമ്മൾ ജീവിക്കുക. പ്രിയമുള്ളവരെ, ഈ നൊയമ്പ് സമയത്ത് കർത്താവിൽ കൂടുതൽ ആരാധിക്കാം, കർത്താവിനോടൊപ്പം ആയിരിക്കാം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.